ഹായ് ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പം ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ശർക്കര പാലട എന്ന് പറയുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യമായിട്ട് 1 കപ്പ് മൈദ, 1 കപ്പ് തേങ്ങ, 1 കപ്പ് ശർക്കര, 1 കപ്പ് പഞ്ചസാര, പിന്നെ അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, ശകലം പാല്, കുങ്കുമപ്പൂവ്, പിന്നെ ആവശ്യമുള്ള ഉപ്പും, പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് മാവ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും ഇവിടെയുണ്ട്. ഇപ്പം നമുക്കിത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ മാവ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മാവ് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ വേണം നമ്മൾ അത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. 1 നുള്ള് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടി വെള്ളവും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ മാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് ഒരു ദോശ ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റൈലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ ആദ്യം കുറച്ച് സാഫ്രോൺ പാലിൽ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അത് പാല് അതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം കുറച്ചൊരു 2 or 3 സാഫ്രോൺ അതിനകത്ത് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് മാവിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതാണ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്നത് സാഫ്രോൺ. അത് നമുക്ക് മാവിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് നല്ലൊരു സ്മെല്ലും നല്ലൊരു ഫ്ലേവറൊക്കെ തരും. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി ചെയ്യേണ്ടത്, നമുക്കൊരു നോൺ സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് ആ മാവ് നന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പം നമുക്ക് ഒരു നല്ലൊരു ദോശ പരുവത്തിൽ അതിനെ നമുക്ക് ചുട്ടെടുക്കാം. ഇതാണ് ശരിക്കും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അട. ഇത് നന്നായിട്ട് ഒന്ന് ചുട്ടെടുക്കാം. ഒരു സൈഡ് ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഏകദേശം ഒന്നായിട്ടുണ്ട്. അപ്പം ഇതുപോലെ നമുക്കൊരു 2-3 അട ചുട്ടെടുക്കണം. ഏകദേശം ഒരു നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് എത്തിയിട്ടുണ്ട്. ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മളതിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവും ചുട്ടെടുക്കാം. ഇപ്പം നമ്മൾ ചുട്ടെടുത്ത അടയിലേക്ക് നമുക്ക് നമ്മൾ ആദ്യം വെച്ചിരുന്ന സ്റ്റഫിംഗ് ഒക്കെ വെച്ച് കൊടുക്കാം. ആദ്യം കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ ചേർത്തതിന് ശേഷം നമുക്ക് ശർക്കര നമ്മൾ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ശർക്കര നമുക്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ശർക്കര ഇഷ്ടമല്ലാത്തവർ പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് കഴിക്കുന്നത് നന്നാവും. ശർക്കര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കശുവണ്ടിയും നമ്മുടെ ഗ്രേപ്സും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കാഷ്യൂനട്ടും ഡ്രൈ ഗ്രേപ്സും നമ്മൾ ഓൾറെഡി ഗീയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒരട ഉണ്ടാക്കുമ്പോൾ തന്നെ ചൂട് മാറുന്നതിന് മുമ്പ് തന്നെ ആ സ്റ്റഫിംഗ് ഒക്കെ അകത്ത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ മേക്കിംഗ് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെനു ആണ്. ഇനി ബാക്കിയുള്ള മാവ് കൂടി നമുക്ക് അടയുണ്ടാക്കിയിട്ട് സ്റ്റഫ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ബാലൻസ് ഉള്ള മാവ് നമ്മൾ അടയായിട്ട് ചുട്ട് നല്ല സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രിപ്പറേഷൻ.
അപ്പോൾ ഏകദേശം നമ്മുടെ ശർക്കര പാലട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും വീടുകളിൽ ചെയ്ത് നോക്കുക. 4 മണി പലഹാരമായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ്. വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം, അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു.